കൊല്ലത്തിന്റെ കരിഷ്മ കപൂർ. ഞാൻ ഒരുങ്ങി കഴിയുമ്പോ എല്ലാരും പറഞ്ഞു കരിഷ്മ കപൂർ ആണെന്ന്. ഇങ്ങനെ സ്വയം പ്രഖ്യാപിത കരിഷ്മ കപൂറെ ഇച്ചിരൂടെ ഒതുങ്ങി കഴിയുന്നത് നല്ലതാണ്. എന്തായാലും ഒരു കൂട്ടുകാരി, ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുണ്ട്, നിമിഷ ബ്രിജോ. എല്ലാവർക്കും അറിയാം ഇവര് കൊല്ലസുധിയുടെ ഒപ്പം വർക്ക് ചെയ്തൊരു ആളാണ്. അതുപോലെ തന്നെ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇവരൊന്നും ചോദിക്കാനും പിടിക്കാനും ഒന്നും ആവാൻ. പക്ഷെ ഇപ്പൊ ഇവര് കാണിക്കുന്ന കൊല്ലസുധിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പോലും ആ വീട്ടിൽ പോയി ഇതിൽ പങ്കെടുത്ത ഒരു ഇതാളാണ് നിമിഷ. പക്ഷെ സപ്പോർട്ട് കൂട്ടുകാരി എന്നും പറഞ്ഞ് നിൽക്കുന്ന അവര് പോലും തഴഞ്ഞു. എത്ര തിരക്കാന്ന് പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക്. ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തി അവർ അധ്വാനിക്കുന്നത്, ഒരു പണം ഉണ്ടാക്കുന്നത് ഒരു മകനെ നോക്കാനും അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാനാണ്. എന്നിട്ട് അതേ കുടുംബത്തെ നോക്കാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് മാന്യത എന്ന് പറയുന്നത്? അറിയില്ല അവൾ എന്താ അങ്ങനെ പറഞ്ഞാൽ. എനിക്ക് ചിലപ്പോൾ പക്വത കുറവാവാം, ചിലപ്പം എന്താ പറയാ, എനിക്കറിയില്ല എന്താന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഇവക്ക് വരുന്ന കമന്റ് കണ്ടിട്ടാണ് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. കാര്യം നിരവധി കമന്റുകൾ ഈ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവർ എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു സ്ക്രിപ്റ്റഡ് അല്ല. എവിടെങ്കിലുമൊക്കെ ആൽബത്തിൽ അഭിനയിച്ച് 10 പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് കയറുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇവര് എവിടെ തിരിഞ്ഞാലും സോഷ്യൽ മീഡിയയില് മറുപടി പറഞ്ഞ് ഇവര് പോകത്തുള്ളൂ. അത് ഇവർക്ക് ഈ 5-6 മാസം കൊണ്ട് തുടങ്ങിയ ഒരു സൂക്കേടാണിത്. ഇവര് ആ ജോലി ചെയ്ത് മാന്യമായ രീതി ഇപ്പൊ അങ്ങനെ ഒരു താഴ്ന്ന ഇതിൽ നിന്ന് തന്നെ കയറി വന്ന ഒരാളാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. അവർക്കൊക്കെ ജീവിക്കാൻ അറിയാം. അവര് കുടുംബം കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ആ കൊച്ചു കുഞ്ഞിനെ മൂത്തവനെ പറഞ്ഞു വിട്ടു. കൊച്ചവൻ ഇവിടെ സംരക്ഷണ കഴിയുമ്പം അവർക്ക് കിട്ടുന്ന സ്നേഹം കൊടുക്കുന്നതിന് പകരം ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റെടുത്തു എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. പിന്നെ ഒരിക്കലും ഒരമ്മ പറയില്ല, ഒരമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ച ഒരമ്മ ഒരിക്കലും വന്ന് പറയത്തില്ല എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. അമ്മയെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കെല്ലാം ജന്മം തരുന്ന അമ്മയാണല്ലേ. ഒരിക്കലും പറയില്ല, അത് 100% പറയത്തില്ല. പിന്നെ ഇത് ഏത് മൈൻഡിലാ പറഞ്ഞ എന്താ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഇവരുടെ ഒരു കാര്യം. പിന്നെ ഇവർ ചില വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞപ്പോഴും സുധിയുടെ വില ഇപ്പൊ ഏതാണ്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും സുധി ചെയ്ത എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ ഇവരുടെ പ്രവൃത്തി കൊണ്ട് അതെല്ലാം പുറത്തു വരുന്നു. സാമ്പത്തികമായ അടിത്തറ തെറ്റിയ ഒരാളാണ് സുധി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം കൊല്ലം സുധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാമ്പത്തിക പ്രശ്നമുണ്ടെന്നും അതിനെക്കുറിച്ച് റൂമേഴ്സ് ഒക്കെ വന്നതാണ്. പലരും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം അയാളോട് മറന്ന് പൈസ കിട്ടേണ്ടവരൊക്കെ ചോദിക്കാതിരുന്നപ്പം ഇവര് വന്നിപ്പം ഇവരെ ഒരു ആയുധമാക്കിയിരുന്നു കൊല്ലസുധി. അത് നമുക്ക് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് അറിയാം. പിന്നെ ഇവരുടെ ചില ഡയലോഗുകൾ ഈ കിടന്നുണ്ടാക്കി ഇരുന്നുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും ബാലിശമായ നടപടികളായിപ്പോയി. പുള്ളിക്കാരിയല്ലേ ചോദിച്ചത്, പുള്ളിക്കാരി മാന്യമായ ചോദിച്ചത്. സുധിച്ചേന്റെ കൂടെ കിടന്നുണ്ടാക്കിന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരല്ലേ. അല്ലാതെ മാറ്റമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. കിടന്നുണ്ടാക്കാവുന്ന തന്നെ അതൊരു സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒരു അത് ജീവനോടില്ലാത്തൊരു ഭർത്താവ്, ജീവനോടില്ലാത്തൊരു ഭർത്താവ്. എനിക്കറിയാൻ പറ്റും എന്റെ കൂടെ എന്റെ കെട്ടിയൻ ഉണ്ടായിട്ട് ഞാൻ നേരിടുന്ന ഓരോ കമന്റുകൾ. അപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്ത അവളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ അറിയിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുക. അതെ, എല്ലാവർക്കും അത് തന്നെ പറയാനുള്ള, ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുക. ഇവർക്ക് പരിചയമുള്ളവരെല്ലാം ഇവരോട് ഉപദേശം കൊടുത്തു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റ് ഇതിന് വാവായ കൊടാൽത്തരം, അതുപോലെ ഈ കുറെ മീഡിയസ് ഉണ്ട്. അവർ പൈസ കൊടുക്കും. 10,000 രൂപ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പൊ അവർക്കൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുക. അവര് അല്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇന്നത് മാത്രമേ ചോദിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിന് മറുപടി പറയത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ പോകണം. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് അല്ല സംഭവം. അവിടെ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അന്നേരം മറുപടി പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഋതപ്പനെ ഏറ്റെടുക്കാൻ ഇവര് തയ്യാറാണ് ഇപ്പോൾ. ഋതപ്പനെ ആരെങ്കിലും ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മ പറയുക എന്ന് പറഞ്ഞപ്പം ഇവര് തയ്യാറായിട്ടുണ്ട്. രേണുവിന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അവളെ കൂടെ താങ്ങായിട്ട് തന്നെ ഞാൻ നിന്നു. കുറച്ചേരം ഞാൻ ഇരുന്നു, ഞാനിങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ എന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് എന്റെ ക്യാരക്ടറാണ്. അതുപോലെ ആയിരിക്കില്ല അവളുടെ ക്യാരക്ടർ. ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ചല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും. ചിലപ്പോൾ 15,000 രൂപ 20,000 രൂപ ആയിരിക്കാം ചിലപ്പോൾ മാസം വരുവാണ്. ആ 20,000 രൂപ വെച്ച് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. കൊച്ചിയിൽ വന്നിട്ട് ആലുവയിൽ വന്നിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഞാൻ എന്തായാലും ശരി,
വിവാദങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു വീഡിയോയിൽ പോലും മഴയില്ലായിരുന്നു. പക്ഷെ ആ ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കാനുണ്ടായ സാഹചര്യം അന്ന് പെയ്ത മഴയിൽ ഒറ്റ തീരുമാനത്തിലും ഒറ്റ കാര്യത്തിലും ഉറച്ചു നിൽക്കുക. എനിക്ക് ആ കുട്ടിയുടെ സഹതാപം തോന്നുക. കാരണം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് അവള്, അല്ലെങ്കിൽ ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം നല്ല പവർഫുൾ ലേഡിയാണ്. പക്ഷെ ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക, മാറ്റി മാറ്റി പറയാതെ ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക. ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കളോട് കടം മേടിച്ചു, അവസാനം മേടിച്ച പൈസ തിരിച്ചു തന്നില്ലാന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി സമയത്ത് അദ്ദേഹം പണം ചോദിച്ച വീഡിയോയും വോയിസുകളും അതിനുശേഷം തിരിച്ച് പൈസ ചോദിച്ചപ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന വീഡിയോകളടക്കം രേണുസുതി അടക്കം നിങ്ങളെ കാണിച്ചു തരാടാ, നീ എന്തിനാടാ എന്നോട് പൈസ തിരിച്ചു ചോദിക്കണേ, പൈസ ചോദിച്ചവരൊന്നും തിരിച്ചു ചോദിക്കരുത്, തിരിച്ചു ചോദിച്ചാൽ നടപടി വാങ്ങും. അതൊക്കെയാണ് ഇപ്പൊ രേണുസുതിയുടെ പരിപാടി. പിന്നെ ഇന്നത് വേറൊരു പിന്നെ ഒരു യൂട്യൂബർ അന്തൽ ബ്ലോഗ്സ്, അതുപോലെ ഡാനി സത്യന്, ഇവർക്കെതിരെ ഒരു സത്യമല്ലാത്ത ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തൃക്കൊടിത്താനം, ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ. അവരിന്ന് പോയി രേണുസുതിയുടെ വീടും അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോ അവര് വീണ്ടും പോയിട്ട് കാര്യങ്ങളൊക്കെ ചകഞ്ഞെടുത്ത് ചങ്ങനാശ്ശേരി പോയി ഓരോന്ന് വീണ്ടും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ഇനി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവരുടെ ഈ പ്രവൃത്തികളാണ് ഇതിനെല്ലാം കാരണമായിട്ട് വരുന്നത്. കൊടുത്തു തുടങ്ങിയത് തന്നെ. എനിക്ക് ഈ ലൈവിലൊക്കെ ചെല്ലുന്ന എന്റെ കാര്യങ്ങൾ ഞാൻ ഡെയിലി പറയുന്നതാണ്. എന്റെ ജീവിതം എന്റെ ലൈവിലുള്ള ജീവിതമാണ്. ചേച്ചി ഇന്ന് എന്താ കഴിച്ചേ, ഇന്ന് ഇന്ന കറി കഴിച്ചു, ഇന്ന് അവിടെ പോയി അങ്ങനെ എല്ലാ ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈവ് ഒക്കെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് ഒരു മാസ് ഓഡിയൻസിലേക്ക് പോകുമ്പം വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ദിവസം കനത്ത മഴ പെയ്തപ്പോൾ മഴ പെയ്ത് ഞാൻ അവിടെ പോയത് ഒന്നുമില്ലെങ്കിൽ ഒറ്റ തീരുമാനത്തിലും ഒറ്റ കാര്യത്തിലും ഉറച്ചു നിൽക്കുക. പല രീതിക്കുള്ളത് യൂട്യൂബിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം കിച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ രേണുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലെ കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. ഋതുപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ കടായിട്ടാ ചോദിച്ചത് തിരിച്ചു തരാം. ഒരു മാസം ഞാൻ സംസാരിച്ച് എന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ പൈസ അങ്ങനെ കടം ചോദിച്ച് വിളിച്ചിട്ട് എടുത്ത് നോക്കിക്കോളാൻ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ ഞാൻ എടുത്ത് നോക്കിക്കോളാൻ പറയും. പോവുകയാണ്, മക്കളുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് ചാര കുടിക്കാൻ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരമ്മ പോലും സ്വന്തം മക്കളെ നിങ്ങൾ നോക്ക്, നാട്ടുകാർ നോക്കുമെന്നും പറഞ്ഞ് ഒരിക്കലും വന്ന് പറയത്തില്ല. അത് എന്താ വെച്ചാൽ എന്നോട് ഇപ്പം ഞാൻ ആ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ലേഡീസ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം മകനെ കുറിച്ച് ഋതപ്പനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു അബദ്ധമാണ്. അതിപ്പം ഇവരാ കൊച്ചിനെ ഏറ്റെടുത്ത് വളർത്തുവാൻ വരെ തയ്യാറായിരിക്കുകയാണ്. ലേഡീസ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ. അപ്പൊ അതിൽ ലേഡീസ് വന്നിട്ടുണ്ട് പറയാ, ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും പറയാനിരുന്നൊരു കാര്യമാണ് നിമിഷ പറഞ്ഞതെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞത് വീഡിയോ ഞാൻ കണ്ടായിരുന്നു രേണുവിന്റെ. ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയും. ആ കുഞ്ഞു മനസ്സാണ് ഇപ്പൊ അതുള്ളത്. ആ കുഞ്ഞു മനസ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഗെയിം കളിക്കാനാണെങ്കിൽ പോലും അവർ ഫോൺ എടുത്താൽ പോലും ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ആ കൊച്ചിന്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമാണ്. അപ്പം കിച്ചുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ രേണുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരുടെ ഫാമിലെ കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. ഋതുപ്പൻ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം ആരും അങ്ങനെ അതിന്റെ ഒരു അവസ്ഥ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിക്കോളാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എൻ്റെ മോൾ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മയുടെ കൂട്ടുകാരല്ലേ രേണു ചേച്ചി, ഈ രേണു ചേച്ചി എന്തൊക്കെയാ കൊച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞു, അമ്മ അതിനെ എടുത്തോണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെ എൻ്റെ തന്നാൽ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ശരി, വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. രേണുസുതിയുടെ ഒരു ചാപ്റ്റർ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ ഇതിവിടെ അവസാനിക്കും എന്ന് കരുതും. പിന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല വീഡിയോയും നമ്മൾ ഒഴിവാക്കിയതാണ്. കാര്യം ഈ കിച്ചുവിനെ എതിരെ രേണുവിന്റെ സുധിയുടെ മുൻ ഭാര്യ വന്ന് വീണ നായർ എന്ന് പറഞ്ഞ അവര് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവന് പിന്നെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു, അകത്തായി എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള അതൊരു അവന്റെ പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മയാണ്. മദ്യം കഴിച്ചു ഒരു പെറ്റി കേസ് വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെ ഈ കുടുംബത്തില് ഈ രേണുസുതി നിമിത്തം ഈ കിച്ചുവിന്റെ ജീവിതവും ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളിലൂടെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലാണ് മല്ലസുതിയുടെ മരണത്തിന് ശേഷം പോകുന്നത്. അതുപോലെ തന്നെ ഒരു പറക്കാൻ പറ്റാത്ത ഒരു കൊച്ചു കുഞ്ഞ് ഋതപ്പൻ, ആ കൊച്ചിന്റെ കാര്യവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവര് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇവർക്ക് വയ്യെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുള്ളതാണ്, അവര് സന്തോഷമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ കൊച്ചിനെയെങ്കിലും നല്ലൊരു ഒരു രീതിയിൽ പരിചരണം കൊടുക്കാൻ ആ സ്ത്രീ തയ്യാറായ മനസ്സിനെ നമിക്കുന്നു. അവരെ ഏൽപ്പിക്കുക. എന്നിട്ട് ഇവര്
എന്ത് പരിപാടിക്ക് വേണേലും പോട്ടെ, അഭിനയിക്കാനോ മറ്റു പരിപാടിക്കോ ഒക്കെ പോകട്ടെ, അതിനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.